ചില ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, കാലാവസ്ഥയുടെ മാറ്റങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് നിങ്ങൾ മിടുക്കന്മാരാണ്, പക്ഷേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് നിങ്ങൾ തോറ്റുപോകുന്നു എന്ന് പറയുകയാണ്. യേശു നടത്തുന്ന ഒരു കുറ്റപ്പെടുത്തലാണ്. കാലാവസ്ഥ കൃത്യമായിട്ട് പ്രവചിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഒരുങ്ങാനായിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വിവേചിച്ചറിയുന്നില്ലെന്ന് ചോദിക്കുകയാണ്. യേശു പറയുകയാണ്, നീ നിന്റെ സഹോദരനോടുകൂടെ നിന്റെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനുമായിട്ട് രമ്യതപ്പെട്ടുകൊള്ളുക എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, ഈ ന്യായാധിപന്റെ അടുത്ത് എത്തുന്നത് വരെ നിനക്ക് ടൈമുണ്ട്, അതിനുള്ളിൽ നീ രമ്യതപ്പെടണം, നിന്റെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, അന്ത്യവിധിയുടെ സമയം വരെ നിനക്ക് സമയമുണ്ട്, അതിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള മേഖലകളിലെല്ലാം, അതിൽ പക്ഷേ നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടുന്നതിലായിരിക്കാം, ദൈവവുമായിട്ടുള്ള രമ്യതയിലായിരിക്കാം. ഈശോ പറയുകയാണ്, അതിനുള്ളിൽ നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ മാറ്റം വരുത്താനുണ്ടോ അവിടെയൊക്കെ മാറ്റം വരുത്താനായിട്ട് നീ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ന്യായാധിപന്റെ മുമ്പിൽ ശിക്ഷാവിധിക്കായിട്ട് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ വരാതിരിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുരഞ്ജനപ്പെടാനുള്ള മേഖലകളിലെല്ലാം അനുരഞ്ജനപ്പെടാനും മാറ്റം വരുത്താനുള്ള മേഖലകളിലെല്ലാം മാറ്റം വരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കാലാവസ്ഥയോടൊപ്പം തന്നെ ആത്മീയ മേഖലയെ വിവേചിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മാറ്റം വരുത്തുന്ന വിവേകമതികളായിട്ട് തീരാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.